ദുൽഹിജ്ജ 9 അറഫ മൈതാനിയിൽ വെച്ച് പ്രവാചകൻ നടത്തിയ പ്രൗഢഗംഭീരമായ ഒരു ഖുതുബയുണ്ട്. ആ ഖുതുബ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ ഖുതുബയാണ്. താക്കീതുകളും സന്തോഷ വാർത്തകളും നിയമാവലികളെക്കുറിച്ചുള്ള ഉണർത്തലുകളും എല്ലാമുള്ള ആ ഖുതുബ ആദ്യാന്ത്യം സ്വഹാബത്ത് റിവായത്ത് ചെയ്തു എന്നതാണ് റസൂലിന്റെ ഇതര ഖുതുബയിൽ നിന്ന് വ്യത്യസ്തമായി അതിനെ മാറ്റി നിർത്തുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിച്ചിരിക്കെ ഞങ്ങളോട് ഇപ്രകാരം പറഞ്ഞു എന്ന് പല വിഷയങ്ങളും സ്വഹാബത്ത് പറയാറുണ്ടെങ്കിലും പൂർണ്ണമായി ആദ്യം മുതൽ അവസാനം വരെ റിവായത്ത് ചെയ്യപ്പെട്ട ഖുതുബകൾ വളരെ വിരളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയ ആളുകളോട് തന്നിലേക്ക് ശ്രദ്ധിക്കാൻ ജരീർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിനെ നിയോഗിക്കുകയും ആളുകൾ മുഴുവൻ സൈലന്റായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ശ്രദ്ധ തിരിക്കുകയും ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകളുള്ള ആ സദസ്സിനെ യാതൊരുവിധ അത്യാധുനിക ഡിവൈസസുമില്ലാതെ സൗകര്യങ്ങളില്ലാതെ തന്റെ ശബ്ദം മാത്രമാണ് ആ ലക്ഷങ്ങളുടെ കാതിലെത്തിയത് എന്നതുകൊണ്ട് സ്വഹാബത്ത് ആ ശ്രവണത്തെ വലിയ അത്ഭുതമായിട്ടാണ് കാണുന്നത്. ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ യാതൊരുവിധ ഉപകരണങ്ങളുമില്ലാത്ത ശബ്ദം എത്തുക എന്ന ചോദ്യത്തിന് മുന്നിൽ അതൊരു അത്ഭുതമായിരുന്നു എന്ന മറുപടിയാണ് സ്വഹാബത്ത് നൽകുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അവ്യക്തത നേരിടുന്ന ആളുകൾക്ക് ഒന്നുകൂടെ അതിനെ ആവർത്തിച്ചു പറയാൻ റസൂലുള്ളാഹി നിയോഗിച്ചിരുന്നുവെന്നും ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഖുതുബയുടെ ഓരോ ഭാഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം ഉൾക്കൊള്ളേണ്ട സാരോപദേശങ്ങളാണ്, നാം ജാഗ്രത കാണിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഈ ഖുതുബയെ ഖുതുബത്തുൽ വിദാ, പ്രവാചകന്റെ അവസാനത്തെ ഒരു വിടവാങ്ങൽ പ്രസംഗം എന്നും ഈ ഒരു പ്രസംഗത്തെ രേഖപ്പെടുത്തുന്നതിനാൽ വിടവാങ്ങുന്ന സമയത്ത് ഒരാളുടെ വാക്കിന്റെ വില എത്രയായിരിക്കുമെന്നതുകൂടെ നാം ചേർത്ത് വായിക്കേണ്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പറഞ്ഞ കാര്യം, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇസ്മഉ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേൾക്കണം, കാരണം ഇനി നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാദക്കും ഹറാമുൻ അലൈക്കും കഹുറുമത്തി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. തീർച്ചയായിട്ടും നിങ്ങളുടെ രക്തം, അതുപോലെ തന്നെ നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം അത് പവിത്രമാണ്. ഈ ഒരു ദിവസത്തിന്റെ പവിത്രത, യൗമ അറഫ, ഏറെ പവിത്രതയുള്ള ദിവസമാണ്. അറഫയിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹനീയമായ ഒരു പ്രദേശം, മഹനീയമായ ഒരു സുദിനം, അതുപോലെ തന്നെ ആ രാജ്യം, ആ ഹജ്ജ് നിർവഹിക്കപ്പെടുന്ന മാസം, ഇതെല്ലാം പരിപാവനമായതുപോലെ നിങ്ങളുടെ രക്തവും നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ സമ്പത്തും പരിപാവനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമതായി റസൂലുള്ളാഹി പറയുന്നത് നിങ്ങളുടെ രക്തമാണ്. സുഹൃത്തുക്കളെ, ഇന്ന് അകാരണമായി മറ്റുള്ളവരുടെ രക്തം ചിന്തുന്ന ആളുകൾ പിടിക്കപ്പെട്ടാൽ ക്യാമറയ്ക്ക് മുന്നിൽ ചിരിക്കുന്ന കാഴ്ച, യാതൊരു ഭയവുമില്ലാത്ത കാഴ്ച, എന്തിനു കൊന്നു എന്ന് ചോദിച്ചാൽ ക്ലാരിറ്റി ഇല്ലാത്ത, വ്യക്തത നൽകാൻ സാധിക്കാത്ത അവസ്ഥ ഇന്ന് നാം കാണുമ്പോൾ ഒരാളുടെ രക്തത്തിന് എത്ര പരിപാവനതയുണ്ട്, പവിത്രതയുണ്ട് എന്നതാണ് റസൂലുള്ളാഹി അവിടെ എടുത്തു കൊടുക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ കാര്യമാണ്, യതഖാറബുസ് സമാൻ, ലോകാവസാനം അടുക്കുമ്പോൾ കാലം പെട്ടെന്ന് നീങ്ങും. വയഖ്ബദുൽ ഇൽമ, അറിവ് വയഖ്ബദുൽ ഇൽമു, ഇൽമു ഉയർത്തപ്പെടും. വതളഹറുൽ ഫിതൻ, ഫിത്നകൾ വ്യാപകമാകും. വയുൽഖശഹു, പിശുക്ക് അധികരിക്കും. വയക്സുറുൽ ഹർജു, ഹർജ് വർദ്ധിക്കും. സ്വഹാബത്ത് ചോദിച്ചു, നബി എന്താണ് ഹർജ് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി കൊടുത്ത മറുപടി അൽ ഖത്ൽ, കൊലപാതകം എന്നാണ്. സ്വന്തം കൂടപ്പിറപ്പുകളെ, സ്വന്തം ചോരയിൽ ജനിച്ചു വീണ കുട്ടികളെ പോലും കൊല്ലാൻ മടി കാണിക്കാത്ത മനുഷ്യന്മാർ ജീവിക്കുന്ന കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഉപദേശം എത്ര വലുതാണെന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവ്വലു മാ യുഖ്ലാ ബൈനൻ നാസ് ബിദ്ദിമാ, പരലോകത്ത് ആദ്യമായിട്ട് അല്ലാഹു കണക്ക് ചോദിക്കുന്നത് ഒരാൾ തമ്മിൽ പരസ്പരം രക്തച്ചൊരിച്ചിലുണ്ടായിട്ടുണ്ടെങ്കിൽ ആ രക്തത്തിന്റെ കണക്കായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. ഒരു വിശ്വാസിയെ കൊല്ലുക എന്നത് ഗുരുതരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ. ഒരാൾ ഒരു മുസ്ലിമിനെ ചീത്ത വിളിക്കുക എന്നത് ഫുസൂഖാണ്, അത് തമ്മാടിത്തമാണ്. എന്നാൽ ഒരു മുസ്ലിമിനെ കൊല്ലുക എന്നത് കുഫ്റാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തി. മുസ്ലിമിനെ മാത്രമല്ല സുഹൃത്തുക്കളെ, മൻ ഖതല മുആഹിദൻ ലം യരിഹ് റായിഹത്തൽ ജന്ന വ ഇന്ന റീഹഹാ തൂജദു മിൻ മസീറത്തി 40 ആമ. 40 വർഷത്തെ വഴിദൂരം അകലെയെത്തുന്ന സ്വർഗ്ഗത്തിന്റെ പരിമളം പോലും കിട്ടാത്ത ആളുകളുണ്ട്. അവരാരാണ്? മൻ ഖതല മുആഹിദൻ, ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ അതിന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന, നമ്മളുമായി ഇണങ്ങി ജീവിക്കുന്ന ആളുകളെ ആരെങ്കിലും കൊലപ്പെടുത്തിയാൽ, അവന്റെ ജാതി ഏതെന്ന വിഷയമല്ല, അവന്റെ മതം ഏതെന്ന വിഷയമല്ല, അത്തരം ആളുകളെ കൊലപ്പെടുത്തിയാൽ അവന് സ്വർഗ്ഗത്തിന്റെ മണം പോലും ലഭിക്കില്ല എന്നാണ്. ഇതുമല്ല സുഹൃത്തുക്കളെ, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ഏത് നഫ്സാകട്ടെ കൊല ചെയ്താൽ
ലോകരെ മുഴുവൻ കൊല ചെയ്തതിന് തുല്യമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ റസൂലുള്ളാഹി ആദ്യം കൊടുത്ത കാര്യം, ആദ്യം നൽകിയ ഉപദേശം ഇന്ന ദിമാഅക്കും, നിങ്ങളുടെ രക്തം പവിത്രമാണ് എന്നാണ്. ഒരു തുള്ളി പോലും മറ്റൊരുത്തന്റെ രക്തമുറ്റി വീഴാൻ നമ്മൾ കാരണമാകരുത് എന്നതാണ് റസൂലുള്ളാഹി രണ്ടാമതായി പറഞ്ഞത്. അഭിമാനമാണ് സുഹൃത്തുക്കളെ, അഭിമാനം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമാനത്തിന് വലിയ വില കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് വ്യഭിചാരത്തിന് തനിക്കെതിരെ ശിക്ഷാ നടപടി എടുക്കണമെന്ന് പറഞ്ഞ ആൾ മായിസ് റളിയല്ലാഹു അൻഹുവിനെ തന്നിലേക്ക് അയച്ച സഹാബിയോട് റസൂൽ ചോദിച്ചിട്ടുണ്ട്, താങ്കൾക്കത് മറച്ചു വെച്ചുകൂടായിരുന്നോ എന്ന്. മൻ സതറ മുഅ്മിന സതറല്ലാഹു യൗമൽ ഖിയാമ, അവരന്റെ പോരായ്മകൾ മറച്ചു വെച്ചാൽ അള്ളാഹു നിന്റെ പോരായ്മ പരലോകത്ത് മറച്ചു വെക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയത് സുഹൃത്തുക്കളെ എത്ര ഗൗരവത്തിലാണ്. ഇന്നല്ലാഹ കരിഹ ലക്കും സലാസ, അല്ലാഹു നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ അല്ലാഹു വെറുക്കുന്നു. ഒന്നെന്താണ്? ഖീല വഖാൽ, കണ്ടതും കേട്ടതും പറയാന്നുള്ള. എവിടുന്നാ എനിക്ക് കേട്ടത്? ഇന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, അങ്ങാടിയിൽ അങ്ങനെ പറയുന്നുണ്ട്, വാട്സപ്പിൽ ഇങ്ങനെ വന്നതാണ്. വെരിഫൈ ചെയ്തോ, ഉറപ്പിച്ചോ, നമ്മളതിന് സാക്ഷിയാണോ? സാക്ഷിയാണെങ്കിൽ തന്നെ പറയേണ്ട ആവശ്യം ഇല്ല എന്നതാണ്. പറയേണ്ടടുത്ത് പറയേണ്ട ലക്ഷ്യമനുസരിച്ചാണ് സുഹൃത്തുക്കൾ ഒരു ന്യൂനത നമ്മൾ പറയേണ്ടത്. ഒരാളുടെ പോരായ്മ പറയാൻ അവകാശമുള്ള ഇടമാണ്. ഒരാൾക്ക് ലഭിക്കേണ്ട അവകാശം മറ്റൊരാൾ ഹനിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ പോരായ്മകൾ നമുക്ക് നിയമത്തിന്റെ മുന്നിൽ പറയാവുന്നതാണ്. ഒരാൾക്ക് വിവാഹാന്വേഷണം നടക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് അയാളുടെ പോരായ്മകൾ പറയാൻ അനുവാദമുണ്ട്. അനുവാദമുള്ളിടത്ത് ആരും പറയാറില്ല. എന്നാൽ അനുവാദമില്ലാത്തിടത്താണ് എല്ലാവരെ കുറിച്ചും ചർച്ച ചെയ്യുന്നത്. കുറച്ചുനേരം സലാം പറഞ്ഞ് സംസാരിച്ച് എവിടെയാണ് എന്താ ചെയ്യുന്നത് കണ്ടിട്ട് കുറെ ആയല്ലോ എന്ന് കഴിഞ്ഞാൽ അടുത്ത വിഷയം എന്താണ്? ഏതെങ്കിലും ഒരാളെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. സഹോദരന്മാരെ, നാം ജാഗ്രത കാണിക്കേണ്ട കാര്യമാണ്. യാ മഅ്ശറ മൻ അസ്ലമ ബിലിസാനി വലം യദ്ഖുൽ ഈമാന ഖൽബു, നാവ് കൊണ്ട് മാത്രം ഇസ്ലാം സ്വീകരിച്ച, ഈമാൻ ഈ ഹൃദയത്തിലേക്ക് കടക്കാത്ത ആളുകൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ലാ തുദുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കരുത് എന്നാണ്. ഉപദ്രവിക്കരുത്. ലാ തുഅയ്യിറൂഹും വലാ തത്തബിഉ ഔറാത്തിഹിം, അവരെ നിങ്ങൾ കുറവാക്കരുത്. അവരുടെ പോരായ്മകൾ നിങ്ങൾ ചികഞ്ഞന്വേഷിക്കാൻ അതിന്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. ഫഇന്നഹു മൻ തത്തബിഉ ഔറത അഖീഹിൽ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ ന്യൂനത ചികയാൻ വേണ്ടി നിങ്ങൾ പുറപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔറത്ത് ചികയാൻ പുറപ്പെടുമെന്നാണ്. വമൻ യതതബ്ബഅ ഇല്ലാഹു ഔറതഹു യഫ്ളഹു വലൗ ഫീ ജൗഫി ബൈതിഹി, ഒരാൾ തന്റെ അഭിമാനം കാക്കാൻ വീടിനകത്ത് കയറി കതകടച്ചിരുന്നാലും ശരി, നീ മറ്റൊരുത്തന്റെ പോരായ്മ ചികയാൻ ഇറങ്ങി പുറപ്പെടുന്നെങ്കിൽ നിന്റെ പോരായ്മയെ അല്ലാഹു പബ്ലിക്കിലിട്ട് നാറ്റിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മറ്റൊരുത്തന്റെ അഭിമാനം വലിയ വില കൊടുത്ത കാര്യമാണ്. റസൂൽ അവിടുത്തെ അവസാനത്തെ ഉപദേശത്തിൽ ഹജ്ജത്തുൽ വിദാഇൽ അറഫയിൽ ഒരുമിച്ച് കൂടി വിശ്വാസി വൃന്ദത്തിന് കൊടുത്ത ഉപദേശം നിങ്ങളുടെ അഭിമാനത്തെ നിങ്ങൾ പിച്ചി ചീന്തരുത് എന്നാണ്. സുഹൃത്തുക്കൾ, തമാശക്ക് പോലും പറയരുത് എന്ന് പറയുമ്പോൾ എത്ര വലിയ കാര്യമാണെന്ന് നാം എല്ലാവരും ആലോചിക്കേണ്ട വിഷയമാണ്. നാച്ചുറലി നമ്മിൽ ചില അബദ്ധങ്ങളൊക്കെ സംഭവിക്കും. ആ അബദ്ധം പോലും പറഞ്ഞ് ആളുകൾക്കിടയിൽ കളിയാക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ എത്ര ഗൗരവമാണ് അഭിമാനത്തിന്റെ വിഷയമെന്നത് നാം ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോഴല്ലേ പിന്നീട് ഗീബത്തും നമീമത്തും കളവും മറ്റു കാര്യങ്ങളൊക്കെ നിസാരമായ കാര്യം പോലും പറയാൻ പാടില്ലെങ്കിൽ വലിയ വലിയ തെറ്റുകൾ എങ്ങനെയാണ് പറയാന്നുള്ള കാര്യം ചിന്തിക്കേണ്ടതാണ്. മൂന്നാമത് റസൂൽ പറഞ്ഞത് സമ്പത്താണ്. അംവാലക്കും, നിങ്ങളുടെ ധനം പവിത്രമാണ്. ഈ രാജ്യത്തിന്റെ പവിത്രത പോലെ, ഈ പ്രദേശത്തിന്റെ, ഈ മാസത്തിന്റെ പവിത്രത പോലെ, ഈ ദിനം യൗമ അറഫയുടെ പവിത്രത പോലെ പവിത്രമാണ് നിങ്ങളുടെ സമ്പത്തി എന്നാണ്. സുഹൃത്തുക്കൾ, നമുക്ക് അധ്വാനിച്ചുണ്ടാക്കാം ഏറ്റവും നല്ല ജോലി. ആളുകൾ പറയും നല്ല ജോലിയൊന്നല്ല, ഞാനൊരു കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നതാണ്. സുഹൃത്തുക്കൾ, നല്ല ജോലി എന്താണ്? ഏറ്റവും നല്ല ജോലി എന്താണ്? കൈകൊണ്ട് അധ്വാനിച്ച് സമ്പത്ത് നേടുന്നതിന്റെ പേരാണ് ഏറ്റവും നല്ല ജോലി എന്നത്. ഹലാലായിട്ട് നാം സമ്പാദിച്ചുണ്ടാക്കുന്ന പണമാണ് ഏറ്റവും നല്ല ജോലി. കിട്ടുന്നത് കൂടുതലോ കുറവോ എന്നതല്ല, നമ്മുടെ പുറമെയുള്ള നമ്മുടെ വേഷവും വിധാനവും ഡെസിഗ്നേഷനുകളും എത്രയെന്നുള്ളതല്ല, മറിച്ച് നാം അധ്വാനിച്ച് ജീവിക്കുന്നവരാണോ, നമുക്ക് അർഹതപ്പെട്ടത് മാത്രമാണോ നമ്മുടെ അക്കൗണ്ടിൽ വരുന്നതെങ്കിൽ അതാണ് ഏറ്റവും നല്ല സമ്പാദ്യം നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരുത്തന്റെ സമ്പാദ്യത്തിലേക്ക് നിങ്ങൾ കൈ നീട്ടരുതെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ. അവന്റെ സമ്പത്ത് അവന്റേതാണ്. നിനക്കത് അർഹതപ്പെടാൻ, നിനക്ക് നിന്റേതാകാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. അതിലൂടെയല്ലാതെ നിനക്കൊരിക്കലും അവന്റെ സമ്പത്ത് നിന്റേതാക്കാൻ സാധിക്കില്ല എന്നതാണ്. ഇടപാടുകളിലൂടെ, ക്രയവിക്രയങ്ങളിലൂടെ, കച്ചവടങ്ങളിലൂടെയാണ് മറ്റൊരുത്തന്റെ പോക്കറ്റിലിരിക്കുന്ന പണം നമ്മുടേതായി മാറുന്നത്. ജോലി ചെയ്ത് തൊഴിലെടുത്ത് അധ്വാനിച്ച് ജീവിക്കുക എന്നാണ് സുഹൃത്തുക്കളെ ഏറ്റവും വലിയ കാര്യം. ആളുകൾ എന്താണ് എന്ത് തോന്നിയാസം ചെയ്തും പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലെ. ഒരു യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങിയിട്ടിട്ട് തനിക്ക് തോന്നിയ തോന്നിവാസം മുഴുവൻ അതിലൂടെ കാണിച്ചിട്ട് ലജ്ജാവഹമായിട്ടുള്ള ദൃശ്യങ്ങൾ കാഴ്ചവെച്ചിട്ട് ആളുകളുടെ സമയം വിറ്റ് കാശുണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം തമ്മാടി കൂട്ടങ്ങളെ പോറ്റുന്ന ബുദ്ധിയില്ലാത്ത, ആൾപ്പാർപ്പില്ലാത്ത തലയുടെ വക്താക്കളായി നമ്മൾ മാറാതിരിക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താൻ. സുഹൃത്തുക്കളെ, വിഹിതമായത് മാത്രമേ നമ്മൾ സമ്പാദിക്കാവൂ. റസൂൽ പറയാം, മറ്റൊരുത്തന്റേത് ആരെങ്കിലും കൈക്കലാക്കിയാൽ മൻ സറഖ മിനൽ അർളി ശിബ്റാ തുവിഖഹു യൗമൽ ഖിയാമത്തി മിൻ സബഇൽ അർദീൻ, ഒരാളുടെ ഒരു ശിബർ, ഒരു ചാണ് ഭൂമി നമ്മൾ കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ പരലോകത്ത് അതിന്റെ 7 ഇരട്ടിയായിട്ട് അല്ലാഹു ആ ഭൂമിയെ കഴുത്തിൽ ചാർത്തുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. ലഅനല്ലാഹു സാരിഖ യസ്രിഖുൽ ബൈദ ഫതുഖ്ത യദഹു വയസ്രിഖുൽ ഹബ്ല ഫതുഖ്ത യദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. ആരെ അറിയോ? വലിയ ലക്ഷങ്ങൾ കട്ടാളല്ല, മറിച്ച് ഒരു മുട്ട മോഷ്ടിച്ചവനെ,
ഒരു കയറിന്റെ കഷ്ണം മോഷ്ടിച്ചവനെ, എന്നിട്ട് അതിന്റെ പേരിൽ അവന്റെ കൈ മുറിക്കപ്പെട്ടുവെങ്കിൽ ലഅനല്ലാഹ്, അല്ലാഹ് അവനെ ശപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആരുടെയെങ്കിലും കയ്യിൽ ആരുടെയെങ്കിലും അവകാശത്തിൽപ്പെട്ട വല്ല നുറുങ്ങുമുണ്ടെങ്കിൽ പരലോകത്ത് വരും, എന്നിട്ട് അവന്റെ പണം അല്ലാഹു സുബ്ഹാനഹു വ തആല പണത്തിന് പകരം അമലുകൾ പരസ്പരം കൈമാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ജാഗ്രതയാണ്. അതുകൊണ്ട് പ്രവാചകന്റെ ഒന്നാമത്തെ ഉപദേശം വളരെ ഗൗരവമാണ്. ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ. ഈ ദിവസത്തിന്റെ, ഈ മാസത്തിന്റെ, ഈ പ്രദേശത്തിന്റെ പവിത്രത പോലെ നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം പവിത്രമാണ്. ആ പവിത്രത പാലിക്കാനും റസൂലിന്റെ ഈ ഉപദേശം നെഞ്ചേറ്റാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശം എന്താണ്? അലാ കുല്ലു ശൈഇൻ മിൻ അംറിൽ ജാഹിലിയ്യത്തി തഹ്ത ഖദമയ്യ മൗദൂഉൻ. ജാഹിലിയ്യത്തിന്റെ എല്ലാ നികൃഷ്ടമായ സ്വഭാവങ്ങളും, എല്ലാ അവിശുദ്ധമായ വിശ്വാസങ്ങളും, എല്ലാ തരത്തിലുള്ള അനിസ്ലാമികമായ ആഘോഷങ്ങളും എല്ലാം എന്റെ കാൽ താഴെയിട്ട് ഞാൻ ചവിട്ടി മതിക്കുകയാണ്, എല്ലാം ഇതോടുകൂടെ നിർത്തലാക്കുകയാണ് എന്നുള്ളതാണ്. എല്ലാ ഇബാദത്തുകളും ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ആ വാക്കിൽ എല്ലാം പെട്ടു. ശിർക്കൻ ആചാരങ്ങൾ, ശിർക്കൻ ആഘോഷങ്ങൾ, ശിർക്കൻ ആദാത്തുകൾ, ശിർക്കൻ ഇബാദാത്തുകൾ എല്ലാം അതിൽ പെട്ടു എന്നാണ് പറയുന്നത്. എന്താണ് ആളുകൾക്ക് ഇസ്ലാമിന്റെ ആഘോഷം? അതൊരു അത്ര വലിയൊരു കാര്യമൊന്നുമല്ല. എന്നാൽ അല്ലാഹുവിനൊരു കുട്ടിയുണ്ടെന്ന് പറയുന്ന ആഘോഷം അത് വലിയ കാര്യമാണ്. യാതൊരുവിധ അടിത്തറയുമില്ലാത്ത ആഘോഷം അത് വലിയൊരു കാര്യമാണ്. സാമൂഹിക ബന്ധത്തിന്റെ, അതുപോലെ തന്നെ സൗഹാർദ്ദത്തിന്റെയൊക്കെ പേര് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും പലവിധ അനിസ്ലാമിക ആഘോഷങ്ങളെയും മുസ്ലിം നാമധാരികൾ നെഞ്ചേറ്റുന്നതും അതിന് പൊടിപ്പും തൊങ്ങലും വെക്കാൻ വേണ്ടി അതിന്റെ സംഘാടനം ക്യാമ്പസിലും പ്രദേശങ്ങളിലുമൊക്കെ ഏറ്റെടുക്കുന്നവരും ശ്രദ്ധിക്കുക. ഒരിക്കലും അത് ശരിയല്ല. നമുക്ക് രണ്ട് ആഘോഷങ്ങളാണുള്ളത്. അതിലൊന്ന് ഈദുൽ ഫിത്റാണ്, മറ്റൊന്ന് ഈദുൽ അദ്ഹയാണ്. അതിനെ നമുക്ക് ആഘോഷിക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ അനുവദിച്ച് നൽകിയതാണ്. അതല്ലാത്ത തരത്തിലുള്ള ഒരു അനിസ്ലാമിക ആഘോഷങ്ങളും ആരാധനകളും ചിട്ടവട്ടങ്ങളും നമുക്ക് പാടുള്ളതല്ല. ചിലർ നിർത്തിയിട്ട വിഗ്രഹങ്ങൾ ആരാധിക്കുന്നു. മുസ്ലിം സമുദായം കിടത്തിയിട്ട വിഗ്രഹങ്ങളുടെ മുന്നിൽ ചെന്ന് പ്രാർത്ഥനകൾ നടത്തുന്നു, അവരുടെ ആവശ്യങ്ങൾ പറയുന്നു. ഞങ്ങൾക്ക് ജോലി വേണം, മക്കളെ വേണം, ഞങ്ങളുടെ കാര്യങ്ങൾ എളുപ്പമാക്കണം എന്ന് പറയുന്നത് കിടത്തിയിട്ട വിഗ്രഹങ്ങളോടാണ്. മരിച്ച് മൺമറഞ്ഞു പോയ മഹത്തുക്കളോട് പ്രാർത്ഥിക്കുന്ന ഇത്തരം ആചാരങ്ങൾ പാടില്ലെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതാണ്. തൗഹീദിനെ ഉറപ്പിക്കുകയും ശിർക്കിന്റെ ലാഞ്ചന പോലും നിങ്ങളിൽ ഉണ്ടാകരുതെന്ന് പ്രവാചകൻ വിലക്കുകയും ചെയ്യുകയാണ് അവസാനത്തെ സമയത്ത്. കാരണം സുഹൃത്തുക്കളെ, ഏറ്റവും പ്രധാനമാണ് ശിർക്കും തൗഹീദും. ജാഹിലിയത്ത് കടന്നു വന്നു, പ്രശ്നമാണ്. അബൂദർ റളിയല്ലാഹു അൻഹു ബിലാലിനെ കറുത്തവരുടെ മകനെ എന്ന് വിളിച്ചപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചില്ലേ, എന്താണ് അബൂദർ, ജാഹിലിയത്ത് ഇപ്പോഴും വിട്ടുപോയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, ജാഹിലിയത്തിന്റെ സ്വഭാവം ഉണ്ടാകരുത്. ശിർക്കും എല്ലാം വെടിഞ്ഞ്, പാപങ്ങൾ വെടിഞ്ഞ് നല്ല ഒരു മനസ്സുമായിട്ട് അള്ളാഹുവിന്റെ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ ഇനി ആ ശിർക്കിലേക്ക്, ഇനി ആ ഖുറാഫാത്തിലേക്ക്, ഇനി ആ അധർമ്മങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാതൊരു തരത്തിലുമുള്ള പ്രതികാര നടപടികളും ഇനി വേണ്ട എന്നാണ്. വദിമാഉൽ ജാഹിലിയ്യത്തി മൗദൂഅത്തുൻ വഇന്ന അവ്വല ദമിൻ അളഉ ഫി ദിമാഇന ദമു ബിൻ റബീഅത്ത് ബിൻ ഹാരിസ് കാന മുസ്തർദിഅൻ ഫി ബനി സഅദ് ഫഖതൽതുഹു ഹുദൈൽ ഗോത്രക്കാർ കൊന്നുകളഞ്ഞ മഹാനായ ഇബ്നു റബീഅ അദ്ദേഹത്തിന്റെ രക്തത്തിന് പ്രതികാരം ചോദിക്കാൻ കടമായിട്ട് കിടക്കുന്നുണ്ട്. 13 കൊല്ലം മക്കത്തെ കാലഘട്ടത്തിലെ ജീവിതത്തിൽ പീഡിപ്പിച്ചതിന്, കൊന്നതിന്, കൊലവിളിച്ചതിന്, ക്രൂരമായി മർദ്ദിച്ചതിന്, സ്വത്ത് അപഹരിച്ചതിന് കണക്ക് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് കണക്ക് ചോദിക്കാനുണ്ട്. ഇന്ന് പ്രതികാര വാശിയും ജോലയും തല്ലിക്കെടുത്തുകയാണ്. അത്തരം പ്രതികാരങ്ങളൊന്നും ഇനി വേണ്ട. കൊന്നവരിവിടെ വിലസുന്നുണ്ട്, തിരിച്ചടിക്കാൻ നമ്മൾ പോകുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരു പ്രതികാര മനസ്സുമുണ്ടാകരുത്. ഹൃദയം ശുദ്ധമാകട്ടെ, ആരോടും പകയില്ലാതിരിക്കട്ടെ, ശുദ്ധമായ നിലയ്ക്ക് പരസ്പരം ഇടപെടാൻ സാധിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമതായി ഏറ്റവും വലിയ സാമ്പത്തിക കുറ്റകൃത്യമായ പലിശക്കെതിരെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയാണ്. വരിബൽ ജാഹിലിയ്യത്തി മൗദൂഉൻ വഅവ്വലു റിബ റിബാന റിബ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഫഇന്നഹു മൗദൂഉൻ കുല്ലു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാണ്, റിബ, പലിശ, അതുമായി ബന്ധപ്പെട്ട എല്ലാം ഇനി ഒഴിവാക്കേണ്ടതാണ്. ആദ്യം നമ്മൾ ഉപേക്ഷിക്കുന്നത് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന് പലിശ ഇനത്തിൽ ലഭിക്കാനുള്ള ഒരുപാട് തുക കൊടുക്കാനുള്ള ആളുകളുണ്ട്. ആരും ആ തുക ഇനി കൊടുക്കേണ്ടതില്ല. പലിശ ഇവിടെ നിർത്തലാക്കുകയാണ്. സുബ്ഹ ഹിദായത്ത് പ്രാപിച്ച ആൾക്കാർ പോലും ജീവിക്കുന്നത് പലിശയുടെ വരുമാനത്തിലാണ്. എന്തൊരു ഗതികേടാണ്, ആലോചിച്ച് നോക്കൂ നിങ്ങൾ. സ്വന്തം വീട് പണിയാൻ വേണ്ടി ബാങ്കിൽ കൊണ്ടുപോയിട്ട് പണയപ്പെടുത്തി പലിശയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വീട് പണിയുമ്പോൾ, വാഹനം വാങ്ങുമ്പോൾ, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയോ, അവസാനം നമ്മൾ എല്ലാ രേഖകളും കൊടുത്ത് അതിന്റെ അവസാനത്തിൽ ഒരു ചോദ്യം കൂടെ
നമ്മുടെ ബാങ്ക് ജീവനക്കാർ വെച്ചാൽ നമ്മൾ അംഗീകരിക്കോ? നീ നിന്റെ ഉമ്മയുമായി വ്യഭിചരിച്ച് വരണം എന്ന ഒരു കണ്ടീഷൻ കൂടെ വെച്ചാൽ ആരെങ്കിലും തയ്യാറാവോ പലിശ വാങ്ങാൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പലിശയിൽ ഏറ്റവും നിസ്സാരമായത് നിന്നെ നൊന്തു പ്രസവിച്ച നിന്റെ മാതാവിനെ നീ ലൈംഗികമായി അവരെ വീഴ്ചയിൽ ഏർപ്പെടുന്നതിന് തുല്യമാണ്, നീ അവരെ നിക്കാഹ് കഴിക്കുന്നതിന് തുല്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും അംഗീകരിക്കോ സുഹൃത്തുക്കൾ അതിന്? എന്നിട്ട് അത്രയും വളരെ മോശപ്പെട്ട ഒരു കാര്യത്തിനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് അതില്ലാത്ത അവസ്ഥയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പലിശയുടെ അംശം പോലും നുകരാത്തവർ അവസാന കാലത്തുണ്ടാവില്ല എന്ന് പറയുമ്പോൾ ജാഗ്രത കാണിക്കണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലിശയുടെ എല്ലാ കാര്യങ്ങളും ഹറാമാക്കി സദഖയെയും സകാത്തിനെയും പകരം സ്ഥാപിച്ചു കൊടുക്കുകയാണ്. നാലാമതായി അഞ്ചാമത്തെ കാര്യം സുഹൃത്തുക്കളെയും സ്ത്രീകൾക്കുള്ള ആദരവാണ്. പുരുഷന്മാർക്ക് സ്ത്രീകൾ കൊടുക്കേണ്ട സ്ഥാനമാണ്. ഇത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങളുടെ സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫഇന്നകും മഖതുബൂഹുന്ന ബിഅമാനില്ലാഹ് വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലിമത്ത് കൊണ്ട് നിങ്ങൾക്ക് ഹലാലാക്കി തന്നതാണ് നിങ്ങളുടെ ഭാര്യമാരെ. അല്ലേ? അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് മഹർ സ്വീകരിച്ച് 2 സാക്ഷികളെ നിർത്തി എന്റെ മകളെ താങ്കൾക്ക് ഞാൻ വിവാഹം ചെയ്ത് നൽകുന്നു, ഞാനത് സ്വീകരിച്ചു തൃപ്തിപ്പെട്ടു എന്ന വാക്കിലാണ് ഹറാമായ, തൊടാൻ പാടില്ലാത്ത, നോക്കാൻ പാടില്ലാത്ത, ലൈംഗികമായി ബന്ധപ്പെടാൻ പാടില്ലാത്ത ഒരു പെൺകുട്ടിയെ നമുക്ക് അള്ളാഹു ഹലാലാക്കി തന്നതെങ്കിൽ അത് അമാനത്താണ്. ഇത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങളുടെ സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. വിവാഹത്തെ മോശമായി ചിത്രീകരിക്കുന്ന ആളുകൾ അല്ലേ? ലിവിംഗ് ടുഗദർ ആണ് ഏറ്റവും സേഫ്, പ്രണയമാണ് ഏറ്റവും സേഫ്, ഇഷ്ടമുള്ളവന്റെ കൂടെ ജീവിക്കലാണ് ഏറ്റവും സേഫ്, നീ നിന്റെ കാലിൽ നിന്നോ ജോലി നേടിക്കോ പണമുണ്ടാക്കിക്കോ എന്നിട്ട് മതി നിനക്ക് വിവാഹം എന്നൊക്കെ പറയുന്ന പുത്തനാശയങ്ങളിൽ ആകൃഷ്ടരാണ് ഇന്നത്തെ പുതുതലമുറ. അറിയോ നിങ്ങൾക്ക്, മതബോധമുള്ള ഒരുത്തൻ നിന്റെ കൈപിടിച്ച് നിന്നെ കൊണ്ടുപോകുന്നെങ്കിൽ നിന്റെ പിതാവ് നിന്നെ സംരക്ഷിച്ചതിനേക്കാൾ വലിയ ഉത്തരവാദിത്തമാണ് അള്ളാഹു ആ പുരുഷനെ ഏൽപ്പിച്ചതെങ്കിൽ. ഒരു മതബോധമുള്ളവനെ നീ അവന്റെ കൂടെ മാതാവിന്റെയും പിതാവിന്റെയും ഒത്താശയോടെ ഇസ്ലാമികമായി ഇറങ്ങി പുറപ്പെടുന്നുവെങ്കിൽ നീ സേഫാണ്. അവൻ നിന്നെ പഠിപ്പിക്കും, അവൻ നിന്റെ വളർച്ചയ്ക്ക് പണിയെടുക്കും, അവൻ നിന്നെ പണിയെടുപ്പിക്കാൻ കൊണ്ടുപോകുന്നതല്ല, വേലയ്ക്ക് കൊണ്ടുപോകുന്നതല്ല. പൊന്നുപോലെ നോക്കാൻ ഒരു ഈമാനുള്ള പുരുഷനോട് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടെന്ന കാര്യം നാം ചിന്തിക്കണം. സഹോദരങ്ങൾ, നമ്മൾ നമ്മുടെ ഇണകളോട് എങ്ങനെ പെരുമാറുന്നു എന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. റസൂലുള്ളാഹി സൂക്ഷിക്കണേ എന്ന് പറഞ്ഞ കാര്യമാണിത്. അതുകൊണ്ട് പുരുഷന്മാരെ, നമ്മുടെ കൂടെയുള്ള നമുക്ക് വേണ്ടി ജീവിക്കുന്ന അല്ലെ, അവരുടെ സന്തോഷം നമ്മളാണ്, അവരുടെ കാഴ്ച നമ്മളാണ്, അവരുടെ ജീവിതം നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. ആ കണ്ണുകൾ നിറയാൻ കാരണമാകരുത്. അവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കപ്പെടാതെ പോകരുത്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം യഥേഷ്ടം നടക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രം കണക്ക് പറയരുത്. ജാഗ്രത കാണിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീ സമൂഹമേ, എവിടെയാണ് പെണ്ണിനെ ഇസ്ലാം തേച്ചത്? എവിടെയാണ് പെണ്ണിനെ ഇസ്ലാം ചവിട്ടിയത്? എവിടെയാണ് ഇസ്ലാം പെണ്ണിനെ അവഗണിച്ചത്? അവസാനത്തെ പ്രവാചകന്റെ ഖുത്ബയിൽ പോലും അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞത് ഇത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, പടച്ചോനെ പേടിക്കണേ എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാമെങ്കിൽ എവിടെയാണ് ഇസ്ലാം പെണ്ണിനെ തേച്ചത് എന്നത് സഹോദരങ്ങളെ, ഇവിടുത്തെ ഫെമിനിസ്റ്റുകളോട്, ഇവിടുത്തെ എത്തിസ്റ്റുകളോട്, ഇവിടുത്തെ ഇസ്ലാമിക വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരോട് നാം തിരിച്ചു ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മളത് വിശ്വസിക്കേണ്ട ആളുകളല്ല, മറിച്ച് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ച കാര്യമാണ്. സ്ത്രീ സമൂഹമേ, നിങ്ങളുടെ പുരുഷന്മാരാണ് നിങ്ങളുടെ അധികാരം ഏറ്റെടുത്തത്. അതുകൊണ്ട് അവരുടെ അനുവാദം കൂടാതെ, അവർക്ക് വെറുപ്പുള്ള ഒരുത്തനെയും നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ കടത്തരുത്, നിങ്ങളുടെ വിരിപ്പിലേക്ക് നിങ്ങൾ കൊണ്ടുവരരുത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതെന്താണ് സുഹൃത്തുക്കളെ? എല്ലാം ഉണ്ടതിൽ. ലൈംഗിക വിശുദ്ധി ഉണ്ടതിൽ. ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് എത്രത്തോളം അനുസരണമുള്ളവളാകണം എന്നുണ്ടതിൽ, തന്റെ ഭർത്താവുമായിട്ട് എത്രത്തോളം അവൾ കമ്മിറ്റ്മെന്റ് ഉള്ളവളാകണം എന്നതെല്ലാം അതിനകത്തുണ്ട്. അതുകൊണ്ട് പെണ്ണിന് ചെയ്തു കൊടുക്കേണ്ടത് ആണ് ചെയ്തു കൊടുക്കുമ്പോൾ പെണ്ണ് തിരിച്ചു കൊടുക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് അനുസരണമാണ്. ആ പുരുഷന്റെ വാക്കുകളെ അനുസരിച്ച്, അയാളുടെ താല്പര്യങ്ങൾ അനുസരിച്ച് ഇസ്ലാമികമായി ജീവിച്ച് കാണിച്ചു കൊടുക്കലാണ്. അതെല്ലാം പ്രവാചകനോട് പറഞ്ഞിരിക്കുകയാണ്. മാത്രവുമല്ല, ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അവിഹിതങ്ങളുമായി നീങ്ങിയാൽ പുരുഷന്മാർക്ക് സ്ത്രീയുടെ വിഷയത്തിൽ നടപടിയെടുക്കാനുള്ള അധികാരം റസൂലുള്ളാഹി അവിടെ വെച്ച് കൊടുക്കുകയാണ്. വീണ്ടും പുരുഷന്മാരോട് പറയുന്നു, വലഹുന്ന അലൈക്കും റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്, അവരുടെ ഡ്രസ്സും അവരുടെ ഭക്ഷണവും എല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലിന്റെ അവസാനത്തെ ഖുത്ബ ഓരോ വാക്കുകളും ഓരോ വിഷയങ്ങളാണ്. പഠിക്കാനും പകർത്താനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വഖദ് തറക്തു ഫീകും മാ ലൻ തദല്ലു ബഅദഹു ഇൻ അഅതസംതും ബിഹി കിതാബുല്ലാഹ് വസുന്നത നബിയ്യിഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആറാമതായി കൊടുത്ത ഉപദേശം, തറക്തു ഫീകും അംറൈൻ ലൻ തദല്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത റസൂലിഹി. വിജയത്തിന്റെ ആയുധമിതാ നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണ്. അതിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും തെറ്റിപ്പോവില്ല, നിങ്ങൾ വഴികേടിലാവില്ല. ഒന്ന് അള്ളാഹുവിന്റെ കലാം ഖുർആനാണ്, മറ്റൊന്ന് പ്രവാചകന്റെ സുന്നത്താകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളെ, ജീവിതത്തിലെ എല്ലാ സമാധാനവും, എല്ലാ ആശ്വാസവും, എല്ലാ സൗഭാഗ്യവും കുടികൊള്ളുന്നത് സമ്പത്തിലല്ല, ഭൗതികമായ ആസ്തിയിലല്ല, മറിച്ച് വിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ ചതിയിലുമാണ്. നാം അതിനെ മുറുകെ പിടിക്കാൻ തയ്യാറാണോ?
പ്രതികൂലതകളെ ധൈര്യസമേതം അതിജയിക്കാൻ നമുക്കാവും. സമാധാനമുള്ള ഒരു കുടുംബജീവിതം നമുക്ക് ലഭിക്കും. നമ്മുടെ സമ്പത്തിൽ ബർക്കത്തുണ്ടാകും. നമ്മുടെ ഇടപാടുകളിലും ബന്ധങ്ങളിലും ഐശ്വര്യമുണ്ടാകും. ജീവിതത്തിൽ ആശ്വാസത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. അതുകൊണ്ടല്ലേ നമ്മുടെ സലഫുകൾ പറഞ്ഞത്, എന്താ അവർ നമ്മൾ ജീവിച്ച പോലെ വിട്ട് ജീവിച്ചോ? അവർ നമ്മൾ കഴിച്ച ഭക്ഷണം കഴിച്ചോ? അവർ നമ്മൾ ധരിച്ച വസ്ത്രം ധരിച്ചോ? അവർ നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ യാത്ര ചെയ്തോ? ഇല്ല. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, വിശപ്പകറ്റാൻ ഭക്ഷണമില്ലാതെ ജീവിച്ച അവർ പറഞ്ഞ വാക്കെന്താ അറിയോ? ലൗ അലിമൽ മുലൂഖു അബ്നാഉൽ മുലൂഖ് മാ നഹ്നു ഫീഹി മിനൻ നഈം. നാം അനുഭവിക്കുന്ന സുഖാനുഗ്രഹം രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയും മക്കളും അറിഞ്ഞിരുന്നെങ്കിൽ അവർ യുദ്ധത്തിന് വരുമായിരുന്നു. ഒരു വിശ്വാസി മാനസികമായിട്ട് നേരിടുന്ന, അനുഭവിക്കുന്ന സംതൃപ്തി സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്? ഡിവൈസിനെ മാറോട് ചേർത്ത് പിടിച്ചപ്പോ അള്ളാഹുവിന്റെ ഖുർആനാണ് മാറി നിന്നത്. ഒരു ദിവസം എത്ര മണിക്കൂറാണ് നമ്മുടെ ഫോണിലേക്ക് നാം നോക്കുന്നത്? എത്ര ആളുകളുടെ മെസ്സേജാണ് നമ്മൾ വായിക്കുന്നത്? ഇന്നവൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഫോൺ എടുക്കുന്നു. ഇന്നയാൾ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ മെസ്സേജ് നോക്കുന്നു. ഇന്നയാൾ സ്റ്റാറ്റസ് വെച്ചു എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് നോക്കുന്നു. വായുവും വെള്ളവും ജീവനും നൽകിയ പടച്ചറപ്പയച്ച മെസ്സേജ് ആരും നോക്കാതെ അവിടെ കെട്ടിക്കിടക്കുകയാണ്. ആ മെസ്സേജിലേക്ക് നാം തിരിച്ചു വരുമ്പോൾ സുഹൃത്തുക്കളെ ജീവിതത്തിൽ സമാധാന സ്വസ്ഥതയുണ്ട്. റസൂൽ പറയണേ, നിങ്ങൾ മുറുകെ പിടിച്ചോ, തെറ്റൂല, നിങ്ങൾ വിജയിക്കുമെന്നാണ് റസൂൽ പറഞ്ഞത്. സുഹൃത്തുക്കളെ, 7ാമത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം എന്താണെന്നറിയോ? ദീനിതാ ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട്. ദീൻ എത്തിച്ചു തന്നിട്ടുണ്ട്. സ്വഹാബത്തെ, നിങ്ങൾ ഈ ദീനിനെ കുറിച്ച് ചോദിക്കപ്പെട്ടാൽ എന്ത് പറയും? അവർ പറഞ്ഞു, നശ്ഹദു അന്നക ഖദ് ബല്ലഗ്ത വഅദ്ദൈത വനസഹത. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾ മറുപടി പറയും, അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ എത്തിച്ചു തന്നു, നിങ്ങൾ നിർവഹിച്ചു തന്നു. വനസഹത, അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയോടെ, സ്നേഹത്തോടെ നിങ്ങൾ ഞങ്ങൾക്കെല്ലാം പഠിപ്പിച്ചു തന്നു എന്ന് നിങ്ങൾ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരലുകൾ ചൂണ്ടി എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുമ്മ ഷഹദ്. അല്ലാഹു നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ്. സ്വഹാബത്ത് ചോദിക്കുക, ഞാൻ എത്തിച്ചു തന്നില്ലേ? സുഹൃത്തുക്കളെ, എത്തിച്ചു തന്നിട്ടില്ല എന്നാണ് ഇന്ന് ചില മൗലവിമാർ പറയുന്നത്. എത്തിച്ചു തന്നിട്ടില്ല. നബിക്ക് പരിചയമില്ലാത്ത ദിക്റും, നബിക്ക് പരിചയമില്ലാത്ത ദുആയും, നബിക്ക് പരിചയമില്ലാത്ത ആഘോഷങ്ങളും, നബിക്ക് പരിചയമില്ലാത്ത ചിട്ടവട്ടങ്ങളും പുതിയതായി കടത്തിക്കൂട്ടുമ്പോൾ എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹുവേ, നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചു എന്ന പ്രവാചകന്റെ വാക്ക് കളവാണെന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റൂ? ആ ഒരുമിച്ച് കൂടിയ 1.25 ലക്ഷത്തിൽ പരം വരുന്ന സ്വഹാബത്ത് എത്തിച്ചു നബിയെ, പഠിപ്പിച്ചു നബിയെ എന്ന് പറഞ്ഞ വാക്ക് നുണയാണെന്നല്ല ഇതിന്റെ അർത്ഥം. അല്ലയോ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ-ഇസ്ലാമ ദീന. ദീൻ ഇവിടെ പൂർത്തിയായി എന്ന് അല്ലാഹു ഖുർആനിൽ ആയത്തിറക്കിയിട്ട് പോരാന്ന് നമ്മള് ഒന്ന് നബിദിനം ചെയ്യുന്ന ആൾക്കാരെന്താ പറയണേ? നബി ചെയ്തിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല, താബികൾ ചെയ്തിട്ടില്ല, തബൂ താബികൾ ചെയ്തിട്ടില്ല. സുഹൃത്തുക്കളെ, ഒരു കാര്യം ഒരു കൂട്ടം അല്ലാഹുവിന്റെ റസൂൽ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ കാര്യത്തിന് ഉദാഹരണം വേണോ? അത് നബിദിനായതുകൊണ്ടാണ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകനിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഒരാൾ അല്ലാഹുവിന്റെ റസൂൽ പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു ആചാരം 2 പെരുന്നാളിനേക്കാൾ ഏറ്റവും നല്ല ആഘോഷമാണെന്ന് പറയാൻ ധൈര്യം കാണിക്കോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്ക് തന്നെ, ഖുർആനിൽ പറഞ്ഞ ആയത്ത് തന്നെ അള്ളി റസൂലും പറഞ്ഞ കോലത്ത് പറഞ്ഞില്ലെങ്കിൽ കളവാ. എന്നിട്ടല്ലേ പറയാത്ത പറയല്? പറഞ്ഞത് തന്നെ അവർ പറഞ്ഞ രീതിയിൽ പറയാതിരിക്കൽ കളവാ. പിന്നെ ഇങ്ങനെ പറയാ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പുതിയ നോമ്പുകൾ, പുതിയ ദിക്റുകൾ, പുതിയ ദുആകൾ, ഇതൊക്കെ മാറോട് ചേർത്ത് പിടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചോളണം. നമ്മൾ അല്ലാഹുവിന്റെ റസൂല് വുദു എടുത്തത് എങ്ങനെയാ? മസഹ റഅസഹു വാഹിദ. അലി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസ, മസഹ റഅസഹു വാഹിദ. റസൂലുള്ളാഹി തല തടവിയത് ഒരു തവണയാണ്. മുന്നിൽ നിന്ന് തുടങ്ങി പിന്നിലേക്ക് കൊണ്ടുപോയി, പിന്നിൽ നിന്ന് വീണ്ടും മുന്നിലേക്ക് കൊണ്ടുവന്നു. ഇങ്ങനെ തോണ്ടി എങ്ങനെയാണ് രൂപാവുക? വിമർശനമല്ല. റസൂലുള്ളാഹി പഠിപ്പിച്ച വുദുഉണ്ട്, റസൂലുള്ളാഹി പഠിപ്പിച്ച നിസ്കാരമുണ്ട്, റസൂലുള്ളാഹി പഠിപ്പിച്ച നോമ്പുണ്ട്, റസൂലുള്ളാഹി പഠിപ്പിച്ച ദിക്റുണ്ട്, റസൂലുള്ളാഹി പഠിപ്പിച്ച ആഘോഷമുണ്ട്. അതാ വിശ്വാസം സ്വീകരിക്കേണ്ടത്. റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്ന് എല്ലാം പൂർത്തിയാക്കി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. അപ്പൊ 7ാമത്തെ കാര്യം ദീന് പൂർണ്ണമാണ് എന്നതാണ്. ഇനി അങ്ങോട്ടൊന്നും വേണ്ട, അതിലൊന്നും ഇങ്ങോട്ട് ചാടൂല്ല. 8ാമത്തെ സുഹൃത്തുക്കളെ, എത്തിച്ചു തന്നെങ്കിൽ എത്തിയിട്ടില്ലാത്തവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. സുഹൃത്തുക്കളെ, നമ്മൾ ഖുർആന്റെ ആൾക്കാരാണ്. ഇത് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ കൂടെ പഠിക്കുന്നവർക്ക്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക്, നമ്മുടെ അയൽപ്പക്കത്ത് ജീവിക്കുന്നവർക്ക് ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത റസൂലുള്ളാഹി അവസാനത്തെ ഖുത്ബയിൽ നമ്മളെ എല്ലാവരെയും ഏൽപ്പിച്ചപ്പോ സ്വഹാബത്ത് ഭാഷയറിയാതെ, ദേശമറിയാതെ, വാഹനമില്ലാതെ, ഭക്ഷണമില്ലാതെ, സൗകര്യമില്ലാതെ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് ചിന്നിച്ചെതിരിയത് കൊണ്ടാണ് ഇസ്ലാം വ്യാപിച്ചത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇസ്ലാം പഠിക്കണം, നമ്മളെല്ലാം ഇസ്ലാം പ്രവർത്തിക്കണം, നമ്മളെല്ലാം ഇസ്ലാമിന്റെ പ്രബോധനം നിർവഹിക്കുന്നവരാകണം. അറഫയിൽ റസൂലിന്റെ പ്രഭാഷണം മാത്രമല്ല, ഇന്ന് അറഫ ദിനം ദുൽഹിജ്ജ 9 വരുമ്പോ നമുക്കുള്ള ഏറ്റവും വലിയ സുന്നത്ത് നോമ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സുഇല അൻ സൗമി യൗമി അറഫ. യൗമു അറഫയിലെ നോമ്പിനെ കുറിച്ച് നബിയോട് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, അന്നത്തെ നോമ്പ് ഒരു കൊല്ലത്തെ, കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെയും വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെയും പാപങ്ങൾ മായ്ച്ചു കളയുമെന്നാണ്. എന്നാ സുഹൃത്തുക്കളെ നോമ്പ്? സുഇല അൻ സൗമി യൗമി അറഫ. യൗമു അറഫയിലാണ് നോമ്പ്.
ദുൽഹിജ്ജ 9 എന്നാണോ ആ ദിനത്തിന്റെ പേരാണ് യൗമ അറഫ. ദുൽഹിജ്ജ 8ന്റെ പേര് യൗമു തർവിയ, ദുൽഹിജ്ജ 9ന്റെ പേര് യൗമ അറഫ, ദുൽഹിജ്ജ 10ന്റെ പേര് യൗമുൻ നഹർ, ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങളുടെ പേര് അയ്യാമു തശ്രീഖ്. ദുൽഹിജ്ജ 9ന്റെ പേരാണ് യൗമു അറഫ. സുഇല അൻ സൗമി യൗമി അറഫ, യൗമു അറഫയിലെ നോമ്പിനെ കുറിച്ച് ചോദിച്ചു എന്ന് പറഞ്ഞ യൗമു അറഫ എന്നാണോ അന്നാണ് നാം നോമ്പ് നോൽക്കേണ്ടത്. യൗമു അറഫ ദുൽഹിജ്ജ 9നാണ്. ആ നോമ്പിനെ ഒരു കൊല്ലത്തെ പാപം, കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെയും വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെയും പാപങ്ങൾ പൊറുക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ സുഹൃത്തുക്കൾ, നമ്മളെല്ലാം അത് അനുഷ്ഠിക്കാൻ താല്പര്യം കാണിക്കണം, ബോധപൂർവ്വം ശ്രദ്ധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു നമ്മെ എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനിന്റെ ശരിയായ സ്രോതസ്സിൽ നിന്ന് ദീനിനെ പഠിക്കാനും പഠിച്ചത് പകർത്താനും അത് പകർന്നു കൊടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ വീഴ്ചകളെല്ലാം അള്ളാഹു പുറത്തു തരട്ടെ. അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ നല്ല ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ദുരുദ്ദേശങ്ങളെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ രാജ്യത്ത് സമാധാനവും സന്തോഷവും ഏറ്റി നൽകുമാറാവട്ടെ. അസമത്വവും അസമാധാനവും കലാപവും വിതയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു സൽബുദ്ധി തോന്നിക്കുമാറാവട്ടെ. പക്വതയോടെ, പാകതയോടെ, ലക്ഷ്യബോധത്തോടെ കാഴ്ചയെയും കേൾവിയെയും ചിന്തയെയും നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനീ ബോധമുള്ള ഇസ്ലാമിന്റെ കാവലാളുകളായ മക്കളെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ ജീവിക്കാനും അവനിഷ്ടപ്പെട്ട സമയത്ത് മരിച്ചു പിരിയാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി ഖാദിൽ ഹജാത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.